പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ സാധ്യതകൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. നമുക്കിവിടെ അറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്താണ് ട്രൂ എന്താണ് ഫോൾസ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ച ആളുകൾക്ക് പോസിറ്റീവ് അഫർമേഷൻസിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നമ്മളിൽ ഇപ്പോഴില്ലാത്ത പല കാര്യങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻസിന് സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചില വാക്കുകൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അംഗീകരിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കി തരുന്നു. മലയാളത്തിൽ നമുക്ക് ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ എന്ന് വേണമെങ്കിൽ അഫർമേഷൻസിന് പറയാം. നിങ്ങളിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോസിറ്റീവ് അഫർമേഷൻസ് ഇവിടെ ഇടപെടുന്നു. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ആവാം, പ്രാർത്ഥനകൾക്കും പോസിറ്റീവ് അഫർമേഷനുമായി ബന്ധമുണ്ട്. ഉദാഹരണമായി ഇങ്ങനെ പറയാം, നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ജോലി ഒരു ഗോളാക്കി വെച്ചതിന് ശേഷം ആ ജോലി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക, ചിന്തിക്കുക. ഒരു വാഹനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വാഹനത്തെ ഇതേപോലെ ഒരു ഗോളാക്കി വെച്ച ശേഷം ആ വാഹനം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക, ചിന്തിക്കുക. ഇത് കൂടുതൽ എഫക്റ്റീവ് ആവാൻ നമുക്ക് നാം സ്ഥിരം കാണുന്ന സ്ഥലങ്ങളിൽ ചിത്രങ്ങൾ പതിക്കാം, കോട്ട്സ് പോലെ ഈ അഫർമേഷൻസ് എഴുതി വയ്ക്കാം. ഇത്തരത്തിൽ ഒരു വ്യക്തി ശക്തമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് അഫർമേഷൻസ് ആക്കി നിരന്തരം പറയാൻ സാധിച്ചാൽ ആ ഒരു കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിരിക്കും. നിങ്ങളിൽ അത് അനുഭവപ്പെടുന്നത് പോലെ പറയാൻ ശ്രമിക്കുക, നിരന്തരം റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു 10 അഫർമേഷനെങ്കിലും എഴുതി തയ്യാറാക്കുക. പതിയെ അത് ഫീൽ ചെയ്തുകൊണ്ട് മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ 5 മിനിറ്റെങ്കിലും നീളുന്ന തരത്തിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതി തയ്യാറാക്കുക. ഇത് ഒരു മാസമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായും അതിൻ്റെ ഫലം നിങ്ങളിൽ വന്നിരിക്കും. മറ്റൊരു തരം അഫർമേഷനുണ്ട്. ഇത് കുറേ കൂടെ മെൻ്റലി വേറൊരു തലത്തിലുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാണ്. ഇതൊരു പക്ഷേ സാധാരണക്കാരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. ഇത് ഇത്തരത്തിലാണ്: നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതുപോലെ അഭിനയിക്കുക, ആക്ട് ആസ് ഈഫ്. ഇത്തരത്തിലെല്ലാം നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാം. കാരണം വിജയികളെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരിൽ മെഡിറ്റേഷനും അഫർമേഷനും അവരുടെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മജോറിറ്റി ആളുകളും ഇത്തരത്തിൽ പോയവരായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണെങ്കിലും സമ്പത്താണെങ്കിലും പൊസിഷനാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും നമുക്ക് ദൃഢപ്രതിജ്ഞാ വാചകങ്ങളിലൂടെ സ്വന്തമാക്കാം. ഈ അഫർമേഷൻസ് നിങ്ങളെ കൂടുതൽ എഫേർട്ടിലേക്കും കൂടുതൽ സാധ്യതകളിലേക്കും കൊണ്ടുചെന്നെത്തിക്കും. വിജയാശംസകൾ നേരുന്നു.